ചോദിക്കട്ടെ, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. മരിക്കൂല എന്ന് ചിന്തിക്കണ ആരെങ്കിലും ഉണ്ടോ? മരിക്കൂല എന്ന് ചിന്തിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ കൈവക്കാം. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? മരിക്കൂല എന്ന് ചിന്തിക്കലുണ്ടോ? നീ ആയിരിക്കും നാളെ ചിലപ്പോൾ പള്ളിയുടെ പള്ളിക്കാട്ടിൽ ആദ്യമേ കൊണ്ട് വെക്കണം. ചിലപ്പോൾ നാളെ രാവിലെ കമ്മിറ്റിക്കാരെ വിളിച്ചു പറയാനുണ്ടാവും, ഇന്നലെ വഅലിന് വന്ന ഉസ്താദ് അറ്റാക്ക് വന്ന് മരിച്ചുപോയെന്ന്. ആർക്കും മരിക്കാം. ഞാൻ ചോദിക്കട്ടെ, മരിക്കൂല എന്ന് ചിന്തിക്കണ ചങ്ങാതിമാരുണ്ടെങ്കിൽ എടാ, ഞാൻ പറയണ ഈ 3 അടയാളങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ശ്രദ്ധിച്ചോണം. ഞാൻ പറയണ ഈ 3 അടയാളങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ശ്രദ്ധിക്കണം. എന്തിനാ? ഞാൻ പറയാൻ പോണ കാര്യത്തിന് വേണ്ടിയാ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മരണത്തിന്റെ അടയാളമാണ്. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറയണ ഭാഗത്ത് നിങ്ങൾ തൊട്ട് നോക്കണം. ഉസ്താദ് പറഞ്ഞത് ശരിയാണല്ലോ പടച്ചോനെ എന്നൊരു ചിന്ത നമുക്ക് വേണം. ഒന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അല്ലാഹുവേ, മരണത്തിന്റെ 3 അടയാളങ്ങളിൽ ഒന്നാമത്തേതാ? പടച്ചവനെ, നരയുണ്ടല്ലോ, മുടി നരക്കലുണ്ടല്ലോ, താടി നരക്കലുണ്ടല്ലോ, രോമങ്ങൾ നരക്കലുണ്ടല്ലോ. നഊദു ബില്ലാഹ്. അത് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമാ. രണ്ടാമത്തെ അടയാളം ഏതാണ് പ്രിയപ്പെട്ടവരെ? മുതുകുണ്ടല്ലോ വളയല, മുതുകന്റെ പ്രിയപ്പെട്ടവരെ വളഞ്ഞു പോകല. മൂന്നാമത്തേതോ? എല്ലാ സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ രോഗങ്ങളാ. ഏത് സമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ ആശുപത്രിയിലാ. എല്ലാ മാസം 20,000 രൂപ ശമ്പളമുണ്ട്. എന്നാൽ പൈസ മുഴുവനും മംഗലാപുരത്ത് ഏതെങ്കിലും ഹോസ്പിറ്റല് ചെലവാക്കണ്ട ഗതികേടുള്ളവനാ. അത് മരണത്തിന്റെ 3ാമത്തെ അടയാളമാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇന്നത്തെ രാത്രി എങ്ങാനും വിട പറഞ്ഞാൽ നാളെ രാവിലെ നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ വന്നുകൊണ്ട് കിടക്കേണ്ടതാ. നമ്മുടെ മക്കള് നമ്മുടെ ഖബറിന്റെ ചാര വരൂല, നമ്മുടെ പ്രിയപ്പെട്ട മക്കള് വരൂല, പ്രിയപ്പെട്ട ഉസ്താദ് വരൂല, നമ്മുടെ കൂട്ടുകാര് വരൂല. പിന്നെ ആരാണ് വരുന്നതെന്നറിയോ? ഈ മനോഹരമാകുന്ന പ്രദേശത്ത് നിന്ന് 1/2 മണിക്കൂർ 1 മണിക്കൂർ നിങ്ങൾ യാത്ര ചെയ്താലും മനോഹരമാകുന്ന സൂറൽപ്പടി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ സൂറൽപ്പടിയുടെ ഖബർസ്ഥാനിൽ എന്റെ പ്രിയപ്പെട്ടവരെ മനോഹരമാകുന്ന ഒരു ഖബറുണ്ട്. ആരുടേതെന്നറിയോ? ഈ വിനീതന്റെ പ്രിയപ്പെട്ട സുഹൃത്താകുന്ന മർഹൂം നൗഷാദ് ഹാജി. അല്ലാഹുവേ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ആശിഖ് ദാരിമിയുടെ മൊബൈൽ ഫോണിൽ എന്റെ പ്രിയപ്പെട്ടവരെ നൗഷാദ് ഹാജിയുടെ ആയിരക്കണക്കാന മെസ്സേജുകൾ എന്റെ പ്രിയപ്പെട്ടവരെ കിടക്കുന്നുണ്ട്. ഏത് സമയത്തും എന്നെ വിളിച്ചുകൊണ്ടാ പാവപ്പെട്ടവൻ പറയുന്നതാ, ഉസ്താദേ, എന്റെ ആഖിബത്ത് നന്നാകാൻ ദുആ ചെയ്യണേ. മംഗലാപുരത്ത് എവിടെ വഅലിന് വന്നാലും പറയണേ, എന്റെ വീട്ടിൽ വരണേ, എന്റെ ഉമ്മാക്ക് ദുആ ചെയ്യണേ, ഒരു സദഖ ഞാൻ കൊടുക്കുന്നുണ്ട്, എന്റെ പേര് പറയല്ലേ, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സമയത്തും എന്റെ ഫോണിലേക്ക് വിളിക്കുന്നൊരു സുഹൃത്താ. അല്ലാഹുവേ, കഴിഞ്ഞ മാസം എന്റെ പ്രിയപ്പെട്ടവര് ഡിസംബർ 31 വഅദകടിന് എന്റെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോ എന്റെ ഫോണിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ മംഗലാപുരത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, ഉസ്താദേ, നൗഷാദ് ഹാജി വിട പറഞ്ഞു പോയി ഉസ്താദ്. ഞാൻ ചോദിച്ചു, എങ്ങനാ ഉസ്താദ്? നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ എന്റെ പ്രിയപ്പെട്ടവരെ തുറന്നു നോക്കുമ്പോ അല്ലാഹുവേ, നൗഷാദ് ഹാജി വാഹനത്തിന്റെ അകത്തിന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവേ ഇന്നോവയ്ക്കകത്തുണ്ടല്ലോ, പടച്ചവനെ നെരുങ്ങിക്കിടക്കുകയാ. നാട്ടുകാര് കടന്നു വരികയാ, വാഹനം ഇങ്ങനെ പൊളിക്കുകയാ, നൗഷാദ് ഹാജിയെ പുറത്തേക്ക് എടുക്കുകയാ. അല്ലാഹുവേ, ആ സഹോദരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു മാസം മുമ്പ് കടന്നുപോയി. അല്ലാഹുവേ, 5 യതീമക്കൾ എന്റെ മടിയിൽ വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ പറയുകയാ. നൗഷാദ് ഹാജിയുടെ പ്രിയപ്പെട്ട
മൂത്ത മകൻ എന്നോട് പറഞ്ഞതെന്താ, ഉസ്താദേ എനിക്ക് ഹാഫിളാകണം, എന്റെ വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ ഹാഫിളാക്കണമെന്നുള്ളത്. ഉസ്താദേ ഞാൻ ഹാഫിളാകാൻ വേണ്ടി ദുആ ചെയ്യണേ. ഞാൻ ആ വീട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്തു. അല്ലാഹുവേ നൗഷാദ് ഹാജിക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ആ സമയത്ത് എന്റെ ചാരത്ത 5 മക്കൾ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ആമീൻ 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 എന്ന് പറയുകയാണ്. ആ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കർട്ടന്റെ അപ്പുറത്തിരുന്നു കൊണ്ട് അല്ലാഹുവേ നൗഷാദ് ഹാജിയുടെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവേ ക്ഷമ കൊടുക്കല്ലാ, ക്ഷമ കൊടുക്കല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ എത്രയോ സ്വർണ്ണങ്ങൾ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുത്തതാണെന്നറിയോ? അല്ലാഹുവേ ആ പ്രിയപ്പെട്ട പെങ്ങളാ മറയത്തിരുന്നു കൊണ്ട് ആമീൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാ. ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ പോകുമ്പോ നൗഷാദ് ഹാജിയുടെ പ്രിയപ്പെട്ട സഹോദരനാകുന്ന സത്താർ സാഹിബ് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നൗഷാദ് വിട പറഞ്ഞപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് ഉസ്താദേ, ഞങ്ങൾക്ക് എല്ലാവർക്കും താങ്ങാൻ കഴിയുന്നില്ല ഉസ്താദേ. പക്ഷെ അൽഹംദുലില്ലാഹ് എന്തെന്നറിയോ, നൗഷാദ് പുഞ്ചിരിച്ച് കിടക്കുന്നത് കണ്ടിട്ട്, നൗഷാദിന്റെ പുഞ്ചിരി കണ്ടിട്ട് സമസ്തയുടെ മുശാവറ അംഗങ്ങൾ പോലും എന്റെ വീട്ടിലേക്ക് കടന്നു വന്ന് ദുആ ചെയ്തല്ലോ. നൗഷാദ് പുഞ്ചിരിച്ച് കിടക്കണത് പോലെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയിലെ ഉസ്താദുമാര് പോലും എന്റെ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. എന്തേ എന്തേ നൗഷാദ് ഹാജി എന്റെ പെങ്ങളെന്ന് പറയുന്ന മനോഹരമാകുന്ന ഒരു സംഘടന ഉണ്ടാക്കി ചെറുപ്പക്കാരാ. 250ഓളം വരുന്ന പെൺകുട്ടികളെ അദ്ദേഹം എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിച്ചു വിട്ടുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള വാപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ, നൗഷാദ് ഹാജി സദഖ കൊടുത്തത് കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ കാരണമായല്ലോ. ഞാനിന്ന് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടി പറയും, നൗഷാദ് ഹാജി ഭാഗ്യവാനാ, നൗഷാദ് ഹാജി ഭാഗ്യവാനാ. എന്തേ ജീവിച്ചിരിക്കണ സമയത്ത് കിട്ടുന്ന പൈസ മുഴുവനും അൽഹംദുലില്ലാഹ് സദഖ കൊടുത്തവരാ, സദഖ കൊടുത്തവരാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, ഇന്നത്തെ രാത്രി എങ്ങാനും ഞാനും നിങ്ങളും വിട പറഞ്ഞു പോയാൽ അല്ലാഹുവേ കൂരിരുട്ടാകുന്ന ഖബറിന്റെ ഉള്ളിൽ ഞാൻ പോയി കിടക്കുമ്പോ, നിങ്ങൾ പോയി കിടക്കുമ്പോ ആരും ഉണ്ടാകൂല, ഒരാളും ഉണ്ടാകൂല. ആ ഖബറിന്റെ അകത്ത് പാമ്പും തേടുകളും പുഴുക്കളും കടന്നു വരുമ്പോ നീ കൊടുത്ത സദഖയുണ്ടല്ലോ പ്രകാശമായി ഖബറിലേക്ക് കടന്നു വരുന്നതാ. അൽഹംദുലില്ലാഹ് 800 കൊല്ലം പഴക്കമുള്ള പള്ളിയാ, 800 കൊല്ലം പഴക്കമുള്ള പള്ളിയാ. അൽഹംദുലില്ലാഹ് ഈ പള്ളിക്ക് നമുക്ക് അൽഹംദുലില്ലാഹ് കുറച്ച് സ്ഥലം വാങ്ങണം പ്രിയപ്പെട്ടവരെ. കൊടുത്തോ, ആത്മാർത്ഥമായി കൊടുത്തോ. അൽഹംദുലില്ലാഹ് സദഖ കൊടുത്താൽ ആ സദഖയുണ്ടല്ലോ നാളെ നിന്റെ ഖബറിൽ വന്നിട്ട് ദുആ ചെയ്യുന്നതാണ്. അല്ലാഹുവേ ഇതാ പൊളലി പള്ളിക്ക് വേണ്ടി കൊടുത്ത സദഖയാണ് അല്ലാഹ്, കൊടുത്തതാണ് അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ പള്ളിക്ക് കൊടുത്ത സദഖ നാളെ നിനക്ക് വേണ്ടി ഖബറിൽ ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ.